ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2018 മാളികപ്പുറം ഈ വർഷം തിയേറ്ററുകളിലെത്തിയ രേഖാചിത്രം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ വലിയ വിജയമായിരുന്നുള്ള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേരിടുത്തി ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കാവ്യ ഫിലിംസിന്റെ ബാനറിലെ വേണുകുന്നപ്പള്ളി എന്ന നിർമ്മാതാവാണ്. ഇപ്പോഴത്തെ അതേ വേണുകുന്നപ്പള്ളിയിൽ നിന്നും ഒരു വമ്പൻ വെളിപ്പെടുത്തൽ ഇന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം മാമാങ്കം എന്ന സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മാതാവ് എന്ന നിലയിൽ ആദ്യമായിട്ട് വേണുകുന്നപ്പള്ളി നിർമ്മിച്ച 2019 സിനിമ മമ്മൂട്ടി നായകനെത്തിയ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ചരിത്ര സിനിമ കൂടിയ മാമാങ്കം എന്ന സിനിമയായിരുന്നു. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പരാജയത്തിന്റെ പേരിൽ ഏറെ ട്രോളുകളെല്ലാം തന്നെ ഒരു സമയത്ത് നേരിടുത്ത അതേ വേണുകുന്നപ്പള്ളിയാണ് ഇപ്പോഴത്തെ പുതിയ സിനിമകളിലൂടെ വിജയിച്ച മറുപടിയെല്ലാം തന്നെ വിമർശകർക്ക് നൽകിയിരിക്കുന്നത്. ഈ വേളയിൽ തന്നെ മാമാങ്കം എന്ന സിനിമയെക്കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തൽ എന്തെന്നാൽ, മാമാങ്കം എന്ന സിനിമയുടെ 135 കോടി ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അന്ന് പുറത്തു വന്നിരുന്നുവല്ലോ. 35 കോടി രൂപ പോലും ഫൈനൽ കളക്ഷൻ നേടിയെടുക്കാത്ത മാമാങ്കത്തിന് എങ്ങനെ 135 കോടി വന്നു എന്നത് അന്ന് മുതലുള്ള നമ്മുടെ പ്രേക്ഷകർക്കിടയിലെ സംശയമായിരുന്നു. ഇപ്പോഴത്തെ 135 കോടി പോസ്റ്റർ തനിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു എന്നും തന്റെ തുടക്കകാലത്ത് പലരും പറയുന്നത് കേട്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ആ പോസ്റ്റർ എന്നും, അങ്ങനെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടാൽ കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു പലരും തന്നോട് പറഞ്ഞത് എന്നാണ് വേണുകുന്നപ്പള്ളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഒരു മണ്ടത്തരം കൂടിയാണ് അത് എന്ന് വേണുകുന്നപ്പള്ളി എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു 135 കോടി പോസ്റ്റർ മാത്രമല്ല, മാമാങ്കം എന്ന സിനിമയുടെ പേരിൽ കേക്ക് കട്ടിംഗ് പോലും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നും ആദ്യ 2 ദിവസങ്ങൾ മാത്രമേ സിനിമയ്ക്ക് നല്ല കളക്ഷൻ വന്നിട്ടുള്ളൂ എന്നുകൂടി വേണുകുന്നപ്പള്ളി വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ഇന്നലെ വരെ, അതല്ലെങ്കിൽ ഇന്നിപ്പോഴത്തെ ഈ വാർത്ത കേൾക്കുന്നതുവരെ മാമാങ്കം എന്ന സിനിമ 100 കോടി കളക്ഷൻ കടന്ന സിനിമയാണ് എന്ന് കരുതുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അത് പലതവണ വ്യക്തമായതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാവ് തന്നെ അത് തനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്നത് വിശ്വസിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാമാങ്കം മാത്രമല്ല, 2019 തന്നെ 100 കോടിയിലേറെ കളക്ഷൻ പോസ്റ്റർ വന്ന മറ്റൊരു മമ്മൂട്ടി സിനിമ കൂടിയുണ്ട്. അത് മധുരരാജ എന്ന സിനിമയാണ്. ആ സിനിമയുടെ പിന്നിലെ കേക്ക് കട്ടിങ്ങിനും ഒപ്പം തന്നെ കളക്ഷൻ പോസ്റ്റർ പുറത്തുവിടുന്നതിനും മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരാളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്തായാലും അന്നേ പൊളിഞ്ഞ തള്ള് ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി തള്ളാണെന്ന് നിർമ്മാതാവ് തന്നെ കൺഫേം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മലയാളത്തിലെ അഭിമാന സിനിമയെല്ലാം തന്നെ തള്ളാണ് എന്ന് പറഞ്ഞ് തകർക്കാനായിട്ട് ശ്രമം നടത്തിയവർക്കുള്ള വലിയ മറുപടിയായിട്ട്, അടിയായിട്ട് ഇതൊരിക്കൽ കൂടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.